എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ല ശുദ്ധമായ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു നെല്ലിക്ക ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ്. രോഗപ്രതിരോധ ശേഷിക്കും സ്കിന്നിനും മുടിക്കും യുവത്വം നിലനിർത്താനും ഒക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക ലേഹ്യം. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നല്ല പെർഫെക്റ്റായ നെല്ലിക്ക ലേഹ്യം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഉണ്ടാക്കാനായി 1/2 കിലോ നെല്ലിക്ക ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചു വെച്ചിട്ടുണ്ട്. നെല്ലിക്ക ഒരു വൈറ്റമിൻസിൻ്റെ കലവറ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ വൈറ്റമിൻ സി ഇരട്ടി ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നെല്ലിക്ക മുഴുവനും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിത് സ്റ്റീം ചെയ്ത് വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. സ്റ്റീം ചെയ്ത് വേവിക്കാൻ കുറച്ചധികം സമയമെടുക്കും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കണം. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 2 കറുവാപ്പട്ട, 5-6 ഗ്രാമ്പു, ഒരു തക്കോലത്തിൻ്റെ ചെറിയ പീസും 5-6 ഏലക്കായും എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മുഴുവൻ ചുക്കുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇനി ഈ സ്പൈസസ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായി ഒരു പാനിലോട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കറുവാപ്പട്ട ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ ചുക്ക് മുഴുവനായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ചുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ള സ്പൈസസ് ഇട്ട് ചൂടാക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതുപോലെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി, ഒത്തിരി അങ്ങ് റോസ്റ്റ് ആക്കണ്ട. ഇനി അതൊന്ന് ചെറുതായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ പൊടിച്ചതിന് ശേഷം ചുക്കുപൊടിയുടെ കൂടെ തന്നെയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ സ്മെല്ല് പോകാതിരിക്കാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് 1/2 കിലോ പനം ശർക്കര, കരിപ്പെട്ടി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കരിപ്പെട്ടി ശർക്കരയാണ് ലേഹ്യം ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്കിത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നല്ല ബ്രാൻഡുള്ള ഏതെങ്കിലും ഒരു ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനത് പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം. അധികം വെള്ളം ചേർത്ത് പാനിയാക്കരുത്, നമുക്കിത് ഉണ്ടാക്കാൻ നേരം അധികം ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു നൂൽ പരുവൊന്നും ആക്കണ്ട, ഇതുപോലെ ശർക്കരയൊന്ന് അലിഞ്ഞ് മിക്സായി വന്നാൽ മതി. ഇപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ നെല്ലിക്കയെല്ലാം നല്ലപോലെ വെന്ത് പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാണ് കുക്കർ ഓപ്പൺ ചെയ്ത്. അപ്പോഴേക്ക് നെല്ലിക്കയുടെ കളർ ചെറുതായൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഇനി നെല്ലിക്ക കുരു കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇത് അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ലിക്ക വേവിച്ച വെള്ളം കുക്കറിലുണ്ടെങ്കിൽ അതൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അധികം വെള്ളം ചേർക്കരുത്, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതുപോലൊന്ന് അരച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതിയെങ്കിൽ അങ്ങനെയാണെങ്കിലും അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് ഉണ്ടാക്കാനായി അടി കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഉരുളി ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ഫ്രൈങ് പാൻ എടുക്കാം. അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇനി നെല്ലിക്കയും നെയ്യും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി സമയം ഇട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നെല്ലിക്ക ആ നെയ്യുമായിട്ടൊന്ന് നല്ലപോലെ മിക്സായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇപ്പോൾ നെല്ലിക്ക നല്ലപോലെ ഒന്ന് നെയ്യുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല കട്ടിയായിട്ടാണ് ശർക്കരപ്പാനി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് നെല്ലിക്കയുടെ പുളിയും ശർക്കരയുടെ മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാം. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാണ് ഇതൊന്ന് കുറുക്കിയെടുത്തത്. ഇതുപോലൊന്ന് തിക്കായി വന്നുകൊണ്ടേയിരിക്കും. തിക്കാവും തോറും ഇത് നല്ല ഡാർക്ക് കളറിലും ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതുപോലെ തിക്കായി കഴിയുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്പൈസസിൻ്റെയും പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതിയാകും. വളരെ ശുദ്ധമായ നല്ലൊരു നെല്ലിക്ക ലേഹ്യമാണിത്. നമ്മളിതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലേഹ്യമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. 2 ആഴ്ചയൊക്കെ ഇത് വെളിയിൽ വെച്ചാലും ഒട്ടും കേടാകത്തോ ഒന്നുമില്ല.
ഇപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്ക ലേഹ്യം നല്ല പോലെ തിക്കായി കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറുകി തിക്കായോ എന്നറിയാനായിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുമ്പോൾ വളരെ സാവധാനമാണ് അത് യോജിച്ച് വരുന്നതെങ്കിൽ റെഡിയായി എന്നാണ്. ഇപ്പോൾ ഇതാ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കണം, തേൻ കൂടി. കുട്ടികൾക്കൊക്കെ അതുകൂടി ചേർക്കുമ്പോഴായിരിക്കും കഴിക്കാൻ കുറച്ചും കൂടി ഒന്ന് ഇഷ്ടമാവുക. ഞാനിപ്പോൾ ഇതാ ഇതിലോട്ട് ഹണി കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ നനവ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഒട്ടും നനവില്ലാത്ത നല്ലൊരു ഗ്ലാസ് ജാറിലോട്ട് ലേഹ്യം മാറ്റാവുന്നതാണ്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നോളും. ഞാനിപ്പോൾ ഹണി ചേർത്തുകൊണ്ടാണ് ഒരു നനവ് വന്നിരിക്കുന്നത്. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് ലേഹ്യം റെഡിയായി കിട്ടുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്